ശബരിമലയിലെ വിശുദ്ധ വിഗ്രഹങ്ങളിൽ നിന്ന് സ്വർണ്ണപ്പാളികൾ കവർന്ന കേസിലെ ദുരൂഹതകൾ ചെന്നു നിൽക്കുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക്. കേസിലെ ഏറ്റവും നിർണായകമായ ഡി മണി എന്ന വ്യക്തിയെ പ്രത്യേകാന്വേഷണ സംഘം തിരിച്ചറിഞ്ഞു. തമിഴ്നാട്ടിലെ ദിണ്ടിഗൽ സ്വദേശിയായ ബാലമുരുകനാണ് ഈ നിഗൂഢ വ്യക്തി എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കള്ളക്കടത്തിന് ഇടനിലക്കാരനായി നിന്ന വിരുദ്ധനഗർ സ്വദേശി ശ്രീകൃഷ്ണനെയും അന്വേഷണ സംഘം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇതിനിടയിലാണ് പത്മനാഭസ്വാമി ക്ഷേത്രവും ചർച്ചകളിൽ എത്തുന്നത്. പ്രവാസി വ്യവസായി നൽകിയ മൊഴിയുടെ പുതിയ വിശദാംശങ്ങൾ ഭക്തരെയും പോലീസിനെയും ഞെട്ടിപ്പിക്കുന്നതാണ്. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയുമായി അടുത്ത ബന്ധമുള്ളവരാണ് ഡി മണിയെയും സംഘത്തെയും തനിക്ക് പരിചയപ്പെടുത്തിയതെന്ന് വ്യവസായി വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ശബരിമലയ്ക്ക് പിന്നാലെ തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾ കൂടി ലക്ഷ്യമിട്ട് കോടിക്കണക്കിന് രൂപയുമായി സംഘം ഇപ്പോഴും സജീവമാണെന്നും മൊഴിയിലുണ്ട്. അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത് സംഘത്തിന് ശബരിമലയിലെ അമൂല്യ വസ്തുക്കൾ വിൽക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടനിലക്കാരനായി പ്രവർത്തിച്ചു എന്നാണ് പ്രവാസി വ്യവസായിയുടെ ആരോപണം. 2019-20 കാലയളവിലാണ് വിഗ്രഹങ്ങൾ ഡി മണിക്ക് കൈമാറിയതെന്ന് പറയപ്പെടുന്നുണ്ട്. ഇതിന്റെ സത്യാവസ്ഥ ബോധ്യപ്പെടാൻ പോലീസ് കർണാടകയിലെ ബെല്ലാരിയിൽ കേന്ദ്രീകരിച്ച പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. കേസിൽ നേരത്തെ പിടിയിലായ ഗോവർദ്ധന്റെ ഉടമസ്ഥതയിലുള്ള റോസ്റ്റം ജ്വല്ലറിയിൽ 5-അംഗ അന്വേഷണ സംഘം വീണ്ടും റെയ്ഡ് നടത്തി. ഇവിടെ നിന്ന് മുൻപ് 474 ഗ്രാം സ്വർണം പിടിച്ചെടുത്തിരുന്നു. എന്നാൽ താൻ നിയമപരമായി വാങ്ങിയ സ്വർണമാണിതെന്നും പോലീസ് പീഡിപ്പിക്കുകയാണെന്നുമാണ് ഗോവർദ്ധൻ വാദിക്കുന്നത്. യഥാർത്ഥ സ്വർണ്ണപ്പാളികൾ എവിടെയാണെന്ന് കണ്ടെത്താനാണ് പോലീസിന്റെ നിലവിലെ ശ്രമം. മൊഴി നൽകാൻ ഡി മണി സന്നദ്ധത പ്രകടിപ്പിച്ചതോടെ പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ വിവരങ്ങൾ രേഖപ്പെടുത്താനായി ചെന്നൈയിലേക്ക് തിരിച്ചു. ദുരൂഹതകൾ നിറഞ്ഞ ഡി മണി എന്നത് തമിഴ്നാട്ടിലെ ദിണ്ടിഗൽ സ്വദേശിയായ ബാലമുരുകനാണെന്ന് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഡയമണ്ട് മണി എന്നതിന്റെ ചുരുക്കപ്പേരാണ് ഡി മണി എന്ന അന്വേഷണ സംഘം ഉറപ്പിച്ചു. മനുഷ്യക്കടത്ത് ഉൾപ്പെടെയുള്ള ഗുരുതരമായ ഒട്ടേറെ കേസുകളിൽ പ്രതിയായ ഇയാൾ നിലവിൽ സ്വന്തം നാട്ടിൽ കച്ചവടം നടത്തി വരികയാണ്. ഇയാളുടെ പഴയകാല ക്രിമിനൽ പശ്ചാത്തലത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്താനാണ് SITയുടെ തീരുമാനം. കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല മുൻപ് സൂചിപ്പിച്ച പ്രവാസി വ്യവസായിയുടെ മൊഴിയിലെ ഏറ്റവും നിർണായകമായ കണ്ണിയാണ് ഈ ബാലമുരുകൻ. ശബരിമലയിലെ ഒരു ഉന്നതന്റെ സാന്നിധ്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വിഗ്രഹങ്ങൾ കൈമാറിയെന്നും അതിന് പകരമായി വൻതുക കൈപ്പറ്റിയെന്നുമാണ് വ്യവസായിയുടെ ആരോപണം. പുരാവസ്തു കടത്തു സംഘത്തിലെ പ്രധാനിയായ ഡി മണിയാണ് വിഗ്രഹങ്ങൾ വാങ്ങിയതെന്നും തിരുവനന്തപുരത്തെ ഒരു പ്രമുഖ ഹോട്ടലിൽ വെച്ചാണ് ഈ രഹസ്യ ഇടപാടുകൾ നടന്നതെന്നും മൊഴിയിൽ വ്യക്തമാക്കുന്നു. 2020 ഒക്ടോബർ 26-നാണ് ഈ വിഗ്രഹക്കടത്തിനുള്ള പണം കൈമാറിയത്. തിരുവനന്തപുരത്തെ ഹോട്ടലിൽ നടന്ന ഈ സാമ്പത്തിക ഇടപാടിൽ ഇതുവരെ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത ഒരു ഉന്നത വ്യക്തിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹത്തെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വെറുമൊരു മോഷണമല്ലെന്നും ഇതിന് പിന്നിൽ അന്താരാഷ്ട്ര പുരാവസ്തു കടത്ത് മാഫിയയാണെന്നും രമേശ് ചെന്നിത്തല നേരത്തെ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരുന്നു.